ആഘോഷങ്ങളൊക്കെ പിന്നീടുള്ള കാര്യമാണ്. ആദ്യം നിങ്ങൾ ഈ ആഘോഷം ആഘോഷിക്കാൻ നിങ്ങളെ പാകമാക്കിയ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറം നാട്ടിൽ പോയി കഷ്ടപ്പെട്ട് എല്ല് ചോരയും വെള്ളമാക്കി പൈസ അയച്ചു തന്ന് നിങ്ങളെ കളർഫുള്ളാക്കിയ, നിങ്ങളുടെ ജീവിതം കളറാക്കിയ ആളുണ്ടല്ലോ, അതാരാണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ജീവിതത്തിലുള്ള അത് ചിലപ്പോൾ ഏട്ടനായിരിക്കാം, അച്ഛനായിരിക്കാം, മറ്റു പല ആൾക്കാരും ആയിരിക്കാം. അവരെക്കുറിച്ച് ഒരു മിനിറ്റെങ്കിലും നിങ്ങൾ ആലോചിക്കണം. നല്ല ദിവസത്തിൽ ആദ്യം ചെയ്യേണ്ടത് അവരെക്കുറിച്ച് പ്രാർത്ഥിക്കുക, അവർക്ക് നല്ലത് വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. അതിനുശേഷമേ ഉള്ളൂ നിങ്ങളുടെ ആഘോഷം. ഹായ് ചങ്കുകളെ, അപ്പം നമ്മുടെ എല്ലാ മലയാളികൾക്കും, ലോകമെമ്പാടുമുള്ള നമ്മുടെ എല്ലാ മലയാളികൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ പെരുന്നാൾ ആശംസകൾ നേരുന്നു. എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം? ഇന്നിപ്പോൾ പെരുന്നാളാണ്. അതുപോലെ തന്നെ രാവിലെ തന്നെ നിങ്ങൾ കുളിച്ച്, അതുപോലെ തന്നെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്, അത് കഴിഞ്ഞ് ഒരുപാട് ഫ്രീക്കന്മാരുണ്ട് ഫോട്ടോഷൂട്ട് നടത്തുന്നത്, അതുപോലെ തന്നെ വണ്ടിയിൽ കറങ്ങുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്നത്തെ നിങ്ങളുടെ ആഘോഷങ്ങളൊക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഡേ ആണല്ലേ, നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പം നോമ്പിൻ്റെ ഒരു കാലഘട്ടം, ആ ഒരു കാലഘട്ടം ഒന്നാമത്തെ നോമ്പ് തൊട്ട് നോമ്പെടുത്ത് ഫൈനലി ആയിട്ടുള്ള ആ ഒരു നോമ്പ് വരെ എത്തി പെരുന്നാൾ ആവുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ആ ഒരു സന്തോഷത്തിനെ പറ്റി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മളെ മലയാളികൾ ഏതൊരു ആഘോഷത്തിനെയും ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്ന ആൾക്കാരാണ്. ഇനിയിപ്പോൾ വിഷു ആയിക്കോട്ടെ, അതുപോലെ തന്നെ ക്രിസ്മസ് ആയിക്കോട്ടെ, ഇനിയിപ്പോൾ റംസാൻ ആയിക്കോട്ടെ, നമ്മൾ മലയാളികൾക്ക് എപ്പോഴും എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ആഘോഷം എപ്പോൾ നമുക്ക് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇന്ന് പലതരത്തിലുള്ള എന്താ പറയുക, ഭക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇപ്പോൾ പണ്ട് കാലത്ത്, അതായത് ഇപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പം ഗൾഫിലുള്ള ആൾക്കാർക്കാണെങ്കിൽ പോലും നാട്ടിലുള്ള കുട്ടികളെയും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു വലിയൊരു പ്ലാറ്റ്ഫോം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, ഇപ്പോൾ പണ്ട് കാലത്തുള്ള ആൾക്കാരൊക്കെ, അതായത് നിങ്ങളുടെയൊക്കെ അച്ഛൻ്റെ കാലത്തുള്ള ആൾക്കാരൊക്കെ, അവരൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും അല്ലേ ഇതുപോലുള്ള ദിവസങ്ങളൊക്കെ അവർ കടന്നു പോയിട്ടുണ്ടാവുക. കാരണം നാട്ടിലും വരാൻ പറ്റില്ല. അപ്പോൾ നാട്ടിൽ വരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഇതുപോലെ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവരൊക്കെ എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടായിരിക്കും അന്നത്തെ ആ ഒരു കാലഘട്ടം, ആ ഒരു ദിവസമൊക്കെ കടന്നു പോയിരുന്നത് നമ്മളെപ്പോഴെങ്കിലും ഒക്കെ ചിന്തിക്കണം. ഇതുപോലുള്ള അവസരങ്ങളൊക്കെ ഇന്ന് നമ്മുടെ ഈ ഒരു അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാ സംവിധാനവും ഉണ്ട്. ഇനിയിപ്പം ഒരു സംഭവത്തിനും നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ എന്താണെങ്കിലും നമുക്ക് ക്യാമറ ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് ലോകം മൊത്തം കാണാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് നമുക്ക് വന്നു കഴിഞ്ഞു. പക്ഷെ പണ്ട് കാലത്തുള്ള ആൾക്കാരൊന്നും അങ്ങനെയല്ല, അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇന്നും നമ്മൾ എന്ത് ചെയ്യുക, ഒരുപാട് ആൾക്കാരുണ്ട്, അതായത് നമ്മുടെ ചുറ്റുപാടിലും ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം നമ്മളൊരു ആഘോഷം നമ്മൾ നടത്തുമ്പോൾ എപ്പോഴും നമ്മൾ അവരെക്കുറിച്ചും കൂടെ ഓർക്കണം. നമുക്കിപ്പോൾ എല്ലാ സൗകര്യങ്ങളുണ്ട്, നമുക്കിപ്പോൾ വീടുണ്ട്, അതുപോലെ തന്നെ കയറി കിടക്കാനുള്ള റൂം, കാര്യങ്ങൾ, മൊബൈല്, ബൈക്ക്, കാറ് ഉൾപ്പെടെ എല്ലാം ഇന്ന് ജനങ്ങൾക്കുണ്ട്. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരും നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ പറ്റുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഒരുപാട് പൈസ നമ്മൾ എന്താ പറയുക പലതരത്തിലുള്ള വിനോദങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എന്തായി, നമ്മുടെ ആ ഒരു നല്ല ദിവസത്തോടൊപ്പം നമ്മളൊരു പുണ്യപ്രവൃത്തി കൂടെ ചെയ്തു എന്നുള്ളൊരു കാര്യം കൂടെ ആയി. മറ്റ് വിശേഷങ്ങൾ ഒരുപാടുണ്ട്. നമ്മളിപ്പം ഒരു സെലിബ്രേഷൻ ആകുമ്പോൾ ഒരുപാട് റിലേറ്റീവ്സ് നിങ്ങളുടെ വീട്ടിലോട്ട് വരും. അതുപോലെ കുട്ടികൾ, അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ ഏച്ചിമാർ, ഏട്ടന്മാർ, അവരുടെ വൈഫുമാർ, അവർ മുഖാന്തരം മറ്റുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, എന്ത് തന്നെ ആയാലും ഈ ഒരു ആഘോഷം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതുപോലൊരു സ്പെഷ്യൽ ഡേ എന്ന് പറയുന്നത് ഒരു വലിയൊരു ആഘോഷം തന്നെയാണ് നമ്മുടെ മലയാളികൾക്കിടയിൽ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ മലയാളികളില്ലാത്ത ഒരു രാജ്യവും ഇല്ല. എല്ലാ രാജ്യത്തും വർക്കിനായിട്ടും അല്ലെങ്കിൽ സഞ്ചാരത്തിനായിട്ടും മലയാളികളുണ്ടാവും. നമ്മൾ ഇന്ത്യ മുതൽ നമ്മൾ ചൈന മുതൽ ഏത് രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാലും നമ്മൾ മലയാളികളില്ലാത്ത ഒരു രാജ്യവും ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, അതായത് പണ്ട് കാലത്തെ ആൾക്കാർ, അവർക്കാണെങ്കിൽ ഇപ്പം പുറത്ത് വർക്ക് ചെയ്യുന്ന ഒരാൾക്കാരാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല. പക്ഷേ എന്നാൽ പോലും അവർക്ക് എന്തുണ്ട്, നാട്ടിലുള്ള ആൾക്കാരുമായി നല്ല രീതിക്കുള്ള ബന്ധങ്ങളുണ്ട്. അവരുടെ അന്നത്തെ ബന്ധം എന്ന് വെച്ചാൽ അതൊരു ബന്ധം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ആ ഒരു സ്നേഹബന്ധമാണ് ശരിക്കുള്ള സ്നേഹബന്ധം. ഇന്നത്തെ കാലത്ത് നമുക്കെല്ലാ സംവിധാനങ്ങളും ഉണ്ടെങ്കിലും സ്നേഹബന്ധത്തിനെന്ന് പറഞ്ഞാൽ വലിയ പരിശുദ്ധിയൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം ഇന്ന് സ്നേഹബന്ധം എങ്ങനെയാണ്, പൈസക്ക് മുമ്പിലാണ്. അതായത് ഇപ്പോൾ ഒരാളിപ്പോൾ കഷ്ടപ്പെട്ട് ഗൾഫിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ എന്താ ചെയ്യുന്നത്, അവരുടെ പൈസക്ക് പരമാവധി ദൂർത്തടിക്കുന്നു. അവരവിടെ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് എന്താ പറയുക ആ ഒരു പൈസ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ പുതിയ ഡ്രസ്സ് എടുക്കാനും പുതിയ കാര്യങ്ങളൊക്കെ നടത്താനുമുള്ള അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഒരുപാട് ആൾക്കാരുടെ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ, അതായത് ഒരു വ്യക്തി, ഒരു മനുഷ്യൻ ഒരുപാട് കാലം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടു.
മക്കൾക്കും ഭാര്യക്കൊക്കെ വേണ്ടി കഷ്ടപ്പെട്ടു. അവസാനം ആ ഒരു പാവം എന്താ പറയുക, പുറത്ത് വരാന്തയിൽ കിടക്കേണ്ട ഒരു അവസ്ഥ വന്നു എന്നുള്ളൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു വിദേശി തന്നെയാണ് ആ ഒരു വീഡിയോ എടുത്ത് ഷെയർ ചെയ്തത്. പക്ഷേ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ സത്യം പറയാം നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. കാരണം ഒരു കുടുംബത്തിന് വേണ്ടി അത്രയും അധ്വാനിച്ച് കഷ്ടപ്പെട്ട ഒരാൾ ഫൈനലി അവരുടെ കയ്യിൽ പൈസയൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ അവർ പെട്ടുപോകുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഏതായാലും എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും ലോകത്ത് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. ഒരുപാട് ആഘോഷങ്ങൾ നമ്മൾ ആഘോഷിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആഘോഷങ്ങളോ അല്ലെങ്കിൽ ഇതുപോലെ വിശിഷ്ട ദിവസങ്ങളോ പോലും ആഘോഷിക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരും നമ്മുടെ ചുറ്റിലുണ്ടെന്നുള്ളൊരു കാര്യമാണ്. ഈ ഒരു സംഭവം നമ്മൾ ഒരു മിനിറ്റ് നമ്മൾ ആലോചിക്കണം. അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ ഒരാളും അനാവശ്യമായ രീതിയിൽ ദൂർത്തടിക്കില്ല. ഒരു അച്ഛന്മാരുടെ പൈസയോ അല്ലെങ്കിൽ ഒരേട്ടന്മാരുടെ പൈസയോ എടുത്ത് അല്ലെങ്കിൽ വിദേശത്ത് വർക്ക് ചെയ്യുന്ന ഒരാളുടെ പൈസ എടുത്ത് ഒരാളും ദൂർത്തടിക്കില്ല. കാരണം അവരവിടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്നത് അവരുടെ ചോര, നമ്മുടെ ശരീരത്തുള്ള ചോര നീരാക്കി മാറ്റിയിട്ടാണ്. ഇപ്പം അടുത്ത് വേറൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാൾ അവരുടെ ഇട്ട ബനിയൻ ഇങ്ങനെ പിഴിയുന്ന സമയത്ത് വിയർപ്പ് വരുന്ന കാര്യം എന്ന് പറഞ്ഞത്. അപ്പം ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ഇത് വെള്ളത്തിൽ അലക്കിയതൊന്നുമല്ല, സ്വന്തം വിയർപ്പാണത്. കാരണം അത്രയും വെയിലത്താണ് വർക്ക് എന്ന് പറഞ്ഞാൽ. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം നാട്ടിലുള്ള വിശേഷങ്ങൾ ഒക്കെ നടക്കുമ്പോൾ പുതിയ ഡ്രസ്സുകൾ, അതുപോലെ തന്നെ കാറിൽ പെട്രോൾ അടിക്കാനുള്ള പൈസ, മൊബൈൽ റീചാർജ് ചെയ്യണം, മറ്റ് പല സംഭവങ്ങൾ, പല കാര്യങ്ങളും കഴിക്കാനുള്ള പൈസയൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത് പുറം നാട്ടിൽ ഇതുപോലെ പട്ടിപ്പണിയെടുത്ത് കഷ്ടപ്പെട്ട് അവരുണ്ടാക്കുന്ന പൈസ കൊണ്ടാണ്. അപ്പോൾ വിശിഷ്ട ദിവസങ്ങളിൽ നമ്മളെപ്പോഴും ആ ഒരു വിശിഷ്ട ദിവസത്തിനെ കുറിച്ച് മാത്രം ആലോചിച്ച് സന്തോഷപ്പെടുകയല്ല, നമ്മൾ ഇതുപോലുള്ള ആൾക്കാരുടെ എഫേർട്ടിനെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, അവരെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. നമ്മളെപ്പോഴും കാണുമ്പോൾ അവരെക്കുറിച്ച് ചിരിച്ച് അല്ലെങ്കിൽ കളിക്കുന്ന കാര്യങ്ങളല്ല. അവർ ഇവിടെ ഇല്ലാത്ത സമയത്ത് നമ്മൾ അവരെക്കുറിച്ച് ആലോചിച്ച് അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പ്രാർത്ഥിച്ചാൽ മതി, എല്ലാ പ്രശ്നങ്ങളും കഴിയും. ഇപ്പോൾ ഉള്ള നമ്മുടെ സമൂഹത്തിന് വെച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് മാത്രമേ ആൾക്കാരെ വേണ്ടൂ. പൈസ ഒരു കാലഘട്ടത്തിൽ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ആ മനുഷ്യനെയും വേണ്ട, അങ്ങനെയുള്ളൊരവസ്ഥയാണ്. നമ്മുടെ മനുഷ്യന്മാരുടെ ചിന്താഗതി ഇപ്പം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നുള്ളത്. അതായത് ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ആഘോഷം നടക്കുമ്പോൾ നിങ്ങളുടെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ടാവും. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂടെ ഇല്ലാത്ത ഒരാളും ഉണ്ടാവില്ല. എല്ലാവരും, ഈ ഭൂമി മലയാളത്തിലുള്ള എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. പക്ഷേ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ ആരും ഉണ്ടാവില്ല. അങ്ങനെ ആ പ്രശ്നത്തിൽ നിങ്ങളുടെ കൂടെ ഫേസ് ചെയ്തിരിക്കുന്ന ആൾക്കാരെ മാത്രമേ നിങ്ങൾ കൂടെ കൂട്ടാനും പാടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളെ ഒരു ആപത്ഘട്ടത്തിൽ സഹായിച്ച ആളെ നിങ്ങൾ ഒരിക്കലും മറക്കാനും പാടില്ല. അപ്പം ഇന്നിപ്പോൾ ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഇപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഡൗട്ട് തോന്നിയിട്ടുണ്ടാവും, ഒരു സ്പെഷ്യൽ ഡേ വന്നിട്ട് ഇവൻ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് എന്നുള്ള കാര്യം. സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം സ്പെഷ്യൽ ഡേസിൽ എല്ലാവരും ആഘോഷത്തിനെ കുറിച്ച് മാത്രമേ ആലോചിക്കാറുള്ളൂ. ഇതിൻ്റെ പിന്നിൽ നിങ്ങൾക്കൊരു ആഘോഷം ഇവിടെ നടക്കുന്നു, ആ ആഘോഷത്തിൻ്റെ ഭാഗം നിങ്ങളാക്കിയ ഒരുപാട് ആൾക്കാരുണ്ടാവും. പൈസയൊക്കെ കൊടുത്ത് പുറത്തുനിന്ന് പണിയെടുക്കുന്ന ആൾക്കാർ, അവരെക്കുറിച്ചും കൂടെ ഓർക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ അവരെക്കുറിച്ചെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് നിങ്ങളുടെ ഉപ്പയായിരിക്കാം, അല്ലെങ്കിൽ ഉപ്പാപ്പയായിരിക്കാം, അല്ലെങ്കിൽ അച്ഛനായിരിക്കാം, സഹോദരനായിരിക്കാം, മറ്റാരെങ്കിലും ആയിരിക്കാം. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് അതാണ്, നിങ്ങൾ നിങ്ങളുടെ ആഘോഷത്തിൽ മാത്രം മുഴുകിയിരിക്കാതെ നിങ്ങൾക്ക് ഈ ആഘോഷിക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ടാക്കി തന്ന ആൾക്കാരെ കുറിച്ച് ഒരു സെക്കൻഡെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചാലും അവരെ മറക്കാതിരുന്നാലും നിങ്ങളുടെ ലോക വിജയമായി അവിടെ. അത് ഈ ലോകത്ത് നിങ്ങൾ എത്ര കോടി നേടിയിട്ട് കാര്യമൊന്നുമില്ല. അവരെക്കുറിച്ച് നിങ്ങൾക്ക് ആദ്യമായിട്ട് ആരാണോ ചുവട് വെക്കാൻ നിങ്ങളെ പഠിപ്പിച്ചത് അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റു കാര്യങ്ങൾ റെഡിയാക്കി തന്നത്. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ലോകത്തുള്ള എല്ലാ പ്രവാസികൾക്കും കൂടി ഞാൻ നേരുന്നു കേട്ടോ. കാരണം പ്രവാസികൾക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത്. കാരണം പട്ടിപ്പണി, ഒരു ജീവിതം മൊത്തം പട്ടിപ്പണിയെടുത്ത് പൈസ ഉണ്ടാക്കി നാട്ടിൽ വീട് വെച്ച് മക്കളെ പഠിപ്പിച്ച് വലുതാക്കി അവസാനം കാർ പോർച്ചിലൊക്കെ കിടന്നുറങ്ങേണ്ട ഒരു അവസ്ഥ പൈസ ഇല്ലാത്ത സമയത്ത്. മക്കളൊക്കെ കല്യാണം കഴിഞ്ഞു പോയി, മറ്റുള്ള കാര്യങ്ങളായി. ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. അതാ ഞാൻ ആദ്യം പറഞ്ഞത്, വിശിഷ്ട ദിവസങ്ങളിൽ ആഘോഷങ്ങളെക്കുറിച്ച് മാത്രമല്ല, നിങ്ങൾക്ക് ഈ ആഘോഷം ആഘോഷിക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കി തന്ന ആൾക്കാരെ കുറിച്ച് നിങ്ങൾ മറ്റൊന്നും ചിന്തിക്കണ്ട, ഒരു സെക്കൻഡ് അവരെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഇന്നിപ്പം ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഒരിക്കൽ കൂടി പറയുന്നു, നമ്മുടെ ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലും വീട്ടുകാരുടെ ഭാഷയിലും അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂർ ജില്ലേൻ്റെ ഭാഷയിലും ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ നേരുന്നു. അപ്പം ഞാൻ ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് നിങ്ങളോട്. അപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മറുപടി പറയാം. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ നെഗറ്റീവ് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ കമൻറ്റ് ഇട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സ് ഇവിടെ മലക്കെ തുറന്നിട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇന്ന് രാവിലെ തൊട്ട് നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ആഘോഷങ്ങൾ എങ്ങനെയാണ്, രാവിലെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഒരു ആഘോഷത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു, നിങ്ങളുടെ വസ്ത്രധാരണം, അതുപോലെ തന്നെ എന്തൊക്കെയാണ് നിങ്ങൾ ഇന്ന് ചെയ്തതെന്നുള്ളത് നമ്മളുമായിട്ട് ഷെയർ ചെയ്യുക. രാവിലെ തന്നെ നിങ്ങൾ ചിലപ്പം നിങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളും ഡ്രസ് കോഡൊക്കെ ആക്കുന്ന ഒരുപാട് ഫ്രണ്ട്സുമാരുണ്ടാവും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നിങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തു.
ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ അഭിപ്രായമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിലപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത്. അപ്പം ഒരിക്കൽ കൂടി പറയാം, ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ രീതിയിൽ നിങ്ങളുടെ വീട്ടുകാർക്കും എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നേരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എൻ്റെ എല്ലാ ചങ്ക് സുഹൃത്തുക്കൾക്കും ബൈ.